എന്നെ നേരിട്ടോ അല്ലാതെ അറിയാവുന്ന പല ആൾക്കാരും പല സമയങ്ങളിൽ പല രീതിയിൽ എൻ്റെ അടുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് എന്ത് നേടി, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്. തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഇപ്പം ഞാൻ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള പല ആൾക്കാരും ഏകദേശം ഒരു ശത്രുവിനെ കാണുന്ന രീതിയിലാണ് എന്നെ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതാണ്. എനിവേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കെ പോലും എന്തിന് ഞാനത് ഓപ്റ്റ് ചെയ്തു, എന്തിന് ചൂസ് ചെയ്തു? അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഒരു കാര്യത്തിനും മേളിൽ ഞാനിതിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. ഒന്നല്ല, പലയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിരുന്നു. ഏകദേശം ഒരു ഓർമ്മ വെച്ച കാലം എന്ന് പറയാൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം ആ ഒരു സമയത്ത് ഞാൻ കഠിനമായ ഭീകരവിശ്വാസിയായിരുന്നു. സംശയങ്ങളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് കോൺഫ്ലിക്ട്സ് വരാൻ തുടങ്ങിയത്. ഈ വിശ്വാസവും എനിക്ക് കിട്ടുന്ന അറിവുകളും തമ്മിൽ മാച്ച് ആവാതെ വരാൻ തുടങ്ങി. അപ്പോഴത്തേനും കോൺഫ്ലിക്ട്സ് ആയി, സംശയങ്ങൾ വന്നു തുടങ്ങി. എങ്കിലും എനിക്ക് എന്നിൽ തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. ആഫ്റ്റർ എ പോയിന്റ് എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 22 വയസ്സിന് ശേഷം ആയിരിക്കാം, ഏകദേശം ഓക്കെ, ദൈവം ഇല്ല എന്നൊരു, മതദൈവം ഇല്ല എന്നൊരു പോയിന്റിലേക്കൊക്കെ എത്തി. അതിനുശേഷം ദൈവമില്ല എന്നൊരു കാര്യവും എൻ്റെ സ്വന്തം ചിന്തകളും ഞാനതുവരെ ആർജിച്ച അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്കങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു 24-ാമത്തെ വയസ്സിലാണെന്ന്. എനിക്ക് കൃത്യമായിട്ട് ഇയേഴ്സ് ഇങ്ങനെ ഓർത്തു വെക്കുന്നൊരു ശീലമേ ഇല്ല. എനിവേ 24-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു ചർച്ചകളിൽ പോകുന്ന പരിപാടി പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഐഡൻറ്റിറ്റി ക്രൈസിസ് പിന്നീട് കൂടി വരുമായിരുന്നു. കാരണം ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന പോലെ സാഹചര്യങ്ങളുണ്ട്. ആദ്യമേ ഇവർ പറയുന്നൊരു കാര്യമാണ് ദൈവമില്ല എന്ന്, മൂടൻ തൻ്റെ ഇത് കാണുന്നതിനും പോകുന്നതിനും വരുന്നതിനും എല്ലാം നമ്മളെ ഒരുമാതിരി ചെണ്ടയെ കൂട്ട് കുറേ കുത്തുവർത്തമാനങ്ങളും ആക്കിച്ചിരിയും കാര്യങ്ങളും അങ്ങനെ കുറേ കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും സത്യത്തിൽ ഈ ഉള്ളിൽ നമ്മൾ ഒരു 2 പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. ഉള്ളിൽ ഒരാൾ നമ്മൾ യഥാർത്ഥമായിട്ടിരിക്കുന്നത്, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ ശരികളുമായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയും, പുറത്ത് നമ്മൾ ഈ ബാക്കിയുള്ള പുറത്തെ നമ്മളെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സർക്കിളുകളെ തൃപ്തിപ്പെടുത്താനായിട്ട് അഭിനയിക്കുന്ന മറ്റൊരു വ്യക്തി. ഇത് തമ്മിൽ ഭീകരമായ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയും. 2 ഐഡൻറ്റിറ്റി ആയിട്ട് ജീവിക്കുമ്പോഴത്തേന് ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എക്സ്ട്രീം ആയിരുന്നു. അതിനുശേഷം ഒരു പോയിന്റ് ഇപ്പോഴാണ്, റീസെൻ്റ്ലി ആണ് ഇത് ഭീകരമായി തുടങ്ങി, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഭീകരമായി ബാധിക്കാൻ തുടങ്ങി. ആ ഒരു പോയിന്റിൽ ഞാൻ തീരുമാനിച്ചു, എനിവേ എന്തായാലും എനിക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനെന്ത് വിശ്വസിക്കുന്നു, എൻ്റെ ശരി എന്താണോ അതിനെ മാത്രം മുൻനിർത്തിയേ ഞാൻ ഈ ജീവിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഞാനിതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയതും പല ആളുകളായി ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയതും പല ആളുകൾ ഇത് മുഖേന ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാനെന്താണോ, എൻ്റെ വിശ്വാസം എന്താണോ, എൻ്റെ ശരി എന്താണോ അത് തന്നെയാണ് ഞാൻ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് പറയുന്നതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 2 വ്യക്തിത്വമായി ജീവിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അപ്പം അത് തരുന്ന ഒരു ഭീകരമായ സന്തോഷം, സമാധാനം, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, പല ആൾക്കാരും ഇത് കാണുന്നവർ സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. മുൻപ് ഞാൻ കടന്നു. ഇതിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരാത്തത് നിങ്ങളുടെ ബലഹീനതയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യും, എത്രത്തോളം ഭീകരമാണ് ആ ഒരവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കഴിയുന്ന എത്രയും പെട്ടെന്ന് നിങ്ങൾ ധൈര്യം സംഭരിക്കുക, നിങ്ങളെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കുക. ജസ്റ്റ് ബി യുവർ സെൽഫ്. അത് എത്രയും വേഗമാകുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ്, ഭീകരമായ ബയാസുകളുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. കൊച്ചിലേ തൊട്ട് ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിച്ചിരുന്ന സമയത്തെല്ലാം ഏതൊരാളെ കണ്ടാലും അയാളുടെ പേര് വെച്ചോ ഏതെങ്കിലും രീതിയിൽ അയാൾ ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിലോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാൾക്ക് മേലൊരു സുപ്പീരിയോറിറ്റി ഫീലിങ്ങിൽ ഞാനിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം മറ്റു വിശ്വാസക്കാരാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോത്തില്ല, പാപിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് പുളി. ഒരു ബയാസ് ജസ്റ്റ് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, ജെൻഡറിൻ്റെ കാര്യത്തിലുണ്ട്. ജെൻഡറിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾ എന്നും പുരുഷന് കീഴ്പ്പെട്ട് നിൽക്കുന്നുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയോളൊക്കെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അറ്റ് ദ സെയിം ടൈം ആ ഒരു ടൈമിൽ ഫെമിനിസത്തിൻ്റെ ഡെഫിനിഷൻ പോലും എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ ആരൊക്കെയോ ചുറ്റി നിൽക്കുന്നവരൊക്കെ അങ്ങ് പറഞ്ഞു എന്തോ മോശം സാധനമാണ്, സ്ത്രീകളൊക്കെ നമ്മുടെ പുരുഷന്മാരുടെ തലയിൽ കയറി ഭരിക്കാൻ പോവുകയാണ്, അതാണ് ഫെമിനിസം. ആ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചേ തീരെ മോശം, ഒരിക്കലും നടക്കത്തില്ല. പുരുഷന്മാരെക്കാൾ മുകളിൽ വരുന്ന സ്ത്രീകൾ, അങ്ങനെ കുറേ ബയാസ്. പിന്നീട് എഡ്യൂക്കേഷൻ, നോളജ് അച്ചീവ് ചെയ്യുന്ന മേഖലകളിലാണെങ്കിൽ പോലും ഈ ബയാസുകൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു എവല്യൂഷൻ
എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ആ എവല്യൂഷൻ പഠിപ്പിച്ച ടീച്ചറിനെ നോക്കി കണ്ടത് കാര്യങ്ങൾ. അപ്പോൾ പലവിധ ഐഡിയകൾ, വ്യത്യസ്തമായ ഐഡിയകളോട് എന്നും എനിക്കൊരു ബയാസ് ഉണ്ടായിരുന്നു. അതിനെ ഞാനിങ്ങനെ ഒരു ഐഡിയ ആരെങ്കിലും പറഞ്ഞു വരുമ്പോഴേ അതിനെ ഡിഫെൻഡ് ചെയ്ത് മാറ്റി നിർത്തും. ഞാൻ അതിനെ ക്യാൻസൽ ചെയ്ത് വിടും. ഒരിക്കലും അതെന്താണെന്ന് കേൾക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ മുന്നോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഞാൻ ഒരിക്കലും എൻ്റെ ബ്രെയിനിനെ അനുവദിച്ചിരുന്നില്ല. ബ്രെയിൻ റോട്ട് എന്നൊരു കാര്യത്തിലേക്ക് നയിക്കുന്നത്. കാരണം ഐസൊലേറ്റ് ചെയ്ത് ഒരു ബബിളിനകത്ത് ഇങ്ങനെ എന്നും ജീവിച്ച് ആ ഒരു ശരിക്കകത്ത് ഇങ്ങനെ അങ്ങ് ജീവിച്ചു. ബബിള് പൊട്ടിക്കാൻ എന്നെ സാധിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് ബയാസുകളുണ്ടാവും. ഈ ബയാസുകളിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് വലിയൊരു പ്രോസസ്സാണ്. ഐ ഹാവ് കം എ വെരി ലോങ് വേ, അതെനിക്ക് പറയാൻ സാധിക്കും. ഇന്ന് എനിക്കൊരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ ജെൻഡർ നോക്കാതെയും അയാളുടെ റിലീജിയൻ നോക്കാതെയും റേസ് നോക്കാതെയും ഓപ്പണായി മുൻവിധികളില്ലാതെ മുൻധാരണകളില്ലാതെ ഒരു വ്യക്തിയോട് ഇടപെടാൻ കഴിയുന്നുണ്ട്. അതിന് എന്നെ ഭീകരമായി സഹായിച്ചിട്ടുണ്ട്. പിന്നുള്ളതാണ് ഭയം ഇല്ലാതായൊരു അവസ്ഥ. ഭയം എന്ന് പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളോടും ഭയമുണ്ട്, പക്ഷേ പാപത്തിനോടുള്ള ഭയം. ആവേശം സിനിമയിൽ ബിബി ഏകദേശം അവസാനത്തേക്ക് വരുമ്പോഴത്തേന് രംഗണ്ണൻ ഫഹദ് ഫാസിലിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് ബോംബിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഫീല്. ലിറ്ററലി അതായിരുന്നു എൻ്റെ ആ ഒരു വിശ്വാസിയായിരുന്ന സമയത്തെ ജീവിതം. ഓരോ നിമിഷവും ഈച്ച് സെക്കൻഡ് എന്ത് കാര്യം ചെയ്താലും പാപമാണോ ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം. ഓരോ നിമിഷവും പേടിയുടെ പുറത്ത് ഇങ്ങനെ ജീവിക്കുക. ആ ഒരു ജീവിതത്തിൽ നിന്നും ഭീകരമായ മാറ്റം ഉണ്ടായി. പല ആൾക്കാരും ചോദിക്കാറുള്ള കാര്യമാണ്, ദൈവവിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് മൊറാലിറ്റി എത്തിക്സ് ഒക്കെ ഉണ്ടാകുക. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദൈവവിശ്വാസം തീരെ ഇല്ലാത്ത രാജ്യങ്ങൾ, ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലെയൊക്കെ ജീവിത നിലവാരവും ക്രൈം റേറ്റ്സും ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ദൈവവിശ്വാസം ഉള്ളിടത്താണോ മൊറാലിറ്റിയും എത്തിക്സും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ എത്തിക്കൽ വാല്യൂ, മോറൽ വാല്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എനിക്ക് പൂർണ്ണ ധൈര്യത്തോടെ പറയാൻ കഴിയും ഏത് മതപുസ്തകത്തിനും മേലെ തന്നെയാണ്. അത് ഞാൻ ആർജിച്ചെടുത്തത് കൊണ്ട്, അതുമാത്രമല്ലാതെ നമ്മളുടെ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ റിലീജിയൻ പറയുന്ന മൊറാലിറ്റിക്കും എത്തിക്സിനും ഒക്കെ വളരെ മേളിലെത്തിയിരിക്കും നമ്മൾ ഓൾറെഡി. അതിൻ്റെ കൂടെ നമ്മൾ ആർജിച്ചെടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നീടുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്വസ്റ്റ്യനിങ്. രണ്ടിനെ ഞാൻ ഒരുമിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പണ്ടൊക്കെ എനിക്ക് ചില കാര്യങ്ങളെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം ദൈവത്തിനെ, ദൈവവിശ്വാസത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാനേ പേടിയാണ്. പേടിപ്പിച്ച് നിർത്തിയിരുന്നു എന്ന് പറയുന്നതാണ് ശരി. എന്തിനേയും ചോദ്യം ചെയ്യാം, പക്ഷെ ആ ഒരു ഏരിയ, ആ ഒരു ഗ്രേ സോണിനെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്യാതെ മാറ്റി നിർത്തിയിരുന്നു. ആ ഒരു വിശ്വാസത്തിന് കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനെയും ചോദ്യം ചെയ്യാതെയും അന്വേഷിക്കാതെയും എപ്പോഴും മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഞാൻ ഈ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തിയതിന് ശേഷം എന്തൊരു കാര്യത്തിനാണ് അൺലിമിറ്റഡ് ആയിട്ട് എന്തിനേയും ടു എനി എക്സ്റ്റെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെക്കുറിച്ച് ബയാസുകളില്ലാതെ ന്യൂട്രലായിട്ട് നിന്നിട്ട് ചിന്തിക്കാനും സാധിക്കും. അതിപ്പം ഈവൻ വെൻ എൻ്റെ വിശ്വാസങ്ങളോട് യോജിച്ച് പോകുന്ന കാര്യങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് ഒരാളുടെ ഡേറ്റയുമായിട്ട് വരുന്നതെങ്കിൽ പോലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ അതിനെ ഫാക്ട് ചെക്ക് ചെയ്യും. എവിടെ നിന്നാണ് ഇത് വരുന്നത്, എന്താണ് സോഴ്സ്, വിശ്വസനീയമാണോ എന്നതിന് ശേഷമേ അതിനെ ഞാൻ തലയിലേക്ക് ഫീഡ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും ഇതിലും ഓൾറെഡി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ പല ആൾക്കാരെയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഞാനിതിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷം പല ആൾക്കാരും കോൺടാക്ട് ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ തന്നെ മെയിൽ ഐ ഡി ഒക്കെ മേടിച്ചിട്ട് പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പുതിയ പല ആൾക്കാരെയും, വ്യത്യസ്തമായി ചിന്തിക്കുന്ന, നമ്മളെ ചലഞ്ച് ചെയ്യുന്ന തരം ആൾക്കാർ. എപ്പോഴും നമുക്ക് ചലഞ്ച് ചെയ്യത്തക്ക രീതിയിലായുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് വേണം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശത്രുക്കളാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്. കാരണം നമ്മളെപ്പോഴും പൊളിയാണ് കിടുവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വളരത്തില്ല. നമ്മളൊരു കംഫോർട്ട് സോണിലായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ തിങ്കിങ്ങിനെ പ്രൊവോക്ക് ചെയ്യത്തില്ല. നമ്മുടെ തിങ്കിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ പ്രൊവോക്ക് ചെയ്താൽ, നമ്മളെ ഉത്തരം മുട്ടിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത തലത്തിലേക്ക് ചിന്തിക്കാനും അടുത്തിടത്തേക്ക് പോകാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇതുവരെ അറിയാത്ത ലോകത്തിൻ്റെ പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരെ ഇത് ത്രൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ടൊരു 3 വേർഡ്സിൽ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ വന്നു ചേരുമെന്ന് പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്, ഫ്രീഡം. അപ്പോൾ ഇല്ലാത്തൊരു പാപത്തിനെ പറഞ്ഞ് ഊതിപ്പെരുപ്പിച്ച് പേടിപ്പിച്ച് പേടിയിൽ ജീവിച്ചൊരു മനുഷ്യനെ ഏറ്റവും സന്തോഷവും സമാധാനവും മറ്റൊരു മനുഷ്യനെ യാതൊരു വിധത്തിലും ദോഷമില്ലാത്ത ശരികളും ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലാക്കുന്ന ചിന്താരീതിയാണ് ഈ
എയ്ത്തീസം ആകണം എന്ന് തന്നെ ഇല്ല, അഗ്നോസ്റ്റിക് ആകാം, ഏത് തലത്തിലുമാകാം. എക്സ്ട്രീമായിട്ടുള്ള ഒരു റിലീജിയോസിറ്റി ഫോളോ ചെയ്യാതിരുന്നാൽ മാത്രം മതി. യു വിൽ ബി ഡെഫിനറ്റ്ലി ഹാവിങ് എ മച്ച് 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 ഹാപ്പിയസ്റ്റ് ഫോം ഓഫ് ലൈഫ്. അത് സ്വർഗം എന്ന് പറയുന്നൊരു സാധനം ആകാശത്തിൻ്റെ മേളിലൊന്നുമല്ല, ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ പക്ഷേ കണ്ണു തുറന്ന് അതിനെ കാണാനും അറിയാനും മാത്രം ശ്രമിച്ചാൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.